കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാക്കടയിൽ 10ാം ക്ലാസ്സുകാരൻ ആദിശേഖരനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോടതി ഇന്ന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ജീവപര്യന്തം ശിക്ഷയാണ് പ്രതിക്ക് ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം 6ാം അഡീഷണൽ ജില്ലാ സെക്ഷൻ ജഡ്ജി കെ വിഷ്ണുവാണ് വിധി പ്രസ്താവിച്ചത്. പൂവച്ചൽ സ്വദേശി പ്രിയരഞ്ജനാണ് കേസിലെ പ്രധാന പ്രതി. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു പ്രതി ക്രൂരകൃത്യം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. 2023 ഓഗസ്റ്റ് 30 വീടിന് സമീപമുള്ള ക്ഷേത്ര മൈതാനത്ത് കളിച്ച ശേഷം മടങ്ങുകയായിരുന്ന ആദിശേഖരനെ പ്രിയരഞ്ജൻ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അപകടമെന്ന നിലയിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ആദ്യം പോലീസ് കേസെടുത്തത്. എന്നാൽ സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നത് കേസിന്റെ നിർണായകമായ തെളിവായി മാറി. പ്രിയരഞ്ജൻ കാറിലിരിക്കുന്നതും ആദിശേഖർ സൈക്കിളിൽ കയറിയ ഉടൻ കാർ ഓടിച്ച് കയറ്റി കൊലപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി മനസ്സിലാക്കാം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിക്ക് ആദിശേഖറിനോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നതായി തെളിയുന്നത്. പ്രതി ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചതിന് ആദിശേഖർ ചോദ്യം ചെയ്തതിനുള്ള പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സംഭവശേഷം ഒളിവിൽ പോയ പ്രിയരഞ്ജനെ തമിഴ്നാട്ടിൽ നിന്നുമാണ് കേരള പോലീസ് പിടികൂടുന്നത്. സംഭവം നടക്കുമ്പോൾ ആദിശേഖറിന്റെ ഒപ്പമുണ്ടായിരുന്ന നീരജ്, അച്ചു, അഭിജയ് എന്നിവരെയും കേസിൽ വിസ്തരിച്ചു. സാക്ഷികൾ പ്രതി പ്രിയരഞ്ജനെ കോടതിയിൽ തിരിച്ചറിയുകയും ചെയ്തു. സംഭവ ദിവസം കളി കഴിഞ്ഞ് ക്ലബ് റൂമിൽ ഫുട്ബോൾ വെക്കുന്നതിനിടെയായി ആദിശേഖറിനോടൊപ്പം പോയെന്നും തിരികെ വന്ന് സൈക്കിളിൽ കയറിയപ്പോഴാണ് പ്രിയരഞ്ജൻ കാറിടിപ്പിച്ചതെന്നുമെന്നും നീരജ് മൊഴി നൽകിയിട്ടുണ്ട്. വൻ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയരഞ്ജൻ കാർ നിർത്തിയിട്ട് പുറത്തിറങ്ങിയത് കണ്ടുവെന്നും അച്ചുവും മൊഴി നൽകി. രക്തത്തിൽ കുളിച്ചു കിടന്ന ആദിയെ താനും കൂടി ചേർന്നാണ് പുറകെ വന്ന കാറിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയതെന്ന് അഭിജയ് മൊഴി നൽകിയിട്ടുണ്ട്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ പിഞ്ചു കുഞ്ഞിനെ പോലും ദ്രോഹിക്കാൻ മനസ്സുകാട്ടിയ ഇദ്ദേഹത്തിനെതിരെ ശക്തമായി തന്നെ ഒരു ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ കുറ്റവാളിക്ക് ലഭിച്ചിരിക്കുന്നത്. ക്ഷേത്ര മൈതാനത്തിന്റെ ചുറ്റുമതിലിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ ചോദ്യം ചെയ്ത 15 വയസ്സുള്ള ബാലനെയാണ് ഇദ്ദേഹം ക്രൂരമായി കൊലപാതകത്തിലേക്ക് തള്ളിയിട്ടത്. ഇദ്ദേഹത്തിന് തക്കതായിട്ടുള്ള തന്നെ ശിക്ഷ ലഭിക്കേണ്ടതാണ്. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന, ഒരു കുടുംബത്തിന്റെ സ്നേഹമായിരുന്ന ഒരു പിഞ്ചു കുട്ടീനെ കൊല്ലാൻ മനസ്സ് കാണിച്ച ഇത്ര നീചനായ ഈ വ്യക്തിക്ക് തക്കതായിട്ടുള്ള ശിക്ഷയാണോ ഇതെന്നും അറിയില്ല. എന്തായാലും ജീവപര്യന്തത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നുവെങ്കിൽ മലയാളികൾ ഒട്ടും തന്നെ ആശ്വാസകരമായി മുന്നോട്ട് പോവില്ലായിരുന്നു. കുട്ടികളുടെ ജീവൻ പോലും സുരക്ഷിതമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വന്നു. എന്നാൽ അതിനെയെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ തൂക്കുകയറെങ്കിലും ലഭിക്കേണ്ടതായിരുന്നു ഈ ഒരു കേസിൽ. കാരണം ഒന്നും അറിയാത്ത പിഞ്ചു ബാലനെ ചോദ്യം ചെയ്തതിന്റെ വ്യക്തിവൈരാഗ്യം മൂലം മനഃപൂർവ്വം കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കൊലപാതകയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇതിനേക്കാൾ വലിയ ശിക്ഷയാണ് ലഭിക്കേണ്ടിയിരുന്നത്. ജീവപര്യന്തം വെറും കുറവാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. എന്നാൽ ജീവപര്യന്തമെങ്കിലും കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ കേരളക്കര. ഇത്തരത്തിലുള്ള നീചന്മാരായ കുറ്റവാളികൾക്കെതിരെ ശക്തമായ തന്നെ ശിക്ഷാവിധി ഇനിയും കേരളത്തിൽ സംഭവിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള വർദ്ധിച്ചു വരുന്ന കുറ്റങ്ങൾ കൂടുമെന്നുള്ളത് തീർച്ചയാണ്. ഈ വർദ്ധിച്ചു വരുന്ന കുറ്റങ്ങൾക്ക് ഒരു പരിധിവരെ നമ്മുടെ നിയമ ശിക്ഷകൾ വലിയ കാരണമായി മാറുന്നുണ്ട്. തക്കതായിട്ടുള്ള ശിക്ഷകൾ ഇനിയും ലഭിക്കാത്തത് കൊണ്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ കൂടുതലായി ചെയ്യുന്നത് എന്നുള്ളത് ഇനിയും വ്യക്തമായില്ലെങ്കിൽ ഇങ്ങനെ വർദ്ധിക്കുന്ന കേസുകൾക്ക് ഒരു അന്ത്യമില്ലാതാകും. കാരണം അനന്തമായി വരുന്ന ഇത്തരത്തിലുള്ള കേസുകൾ, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റങ്ങൾ, വർദ്ധിച്ചു വരുന്ന കുട്ടികൾക്കെതിരെയുള്ള കുറ്റങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള കുറ്റങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അതിനെല്ലാം തക്കതായിട്ടുള്ള ശിക്ഷ ഹൈക്കോടതിയോ അതുപോലെ തന്നെ സംസ്ഥാന കോടതികളോ ഇനിയെങ്കിലും ശക്തമായി തന്നെ സ്വീകരിച്ചില്ലെങ്കിൽ കുറ്റവാളികളുടെ എണ്ണവും കൂടും, കുറ്റകൃത്യങ്ങളുടെ എണ്ണവും കൂടും. അത് പാവപ്പെട്ട ജനങ്ങളുടെ ജീവനാണ് ഭീഷണി ഉണ്ടാക്കുന്നത്.